ഹായ്, എല്ലാവർക്കും നമസ്കാരം. റോഡ് റോളറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സൈക്കിൾ യാത്രയാണ്. ഇവിടെ വളരെ അടുത്തുള്ള ഒരു വിൻഡ് മിൽ, പണ്ട് ഇവിടെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി വിൻഡ് മില്ലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാറ്റിൻ്റെ ശക്തി കൊണ്ട് പമ്പരം കറങ്ങുന്നു, അതിൻ്റെ അടിയിൽ മില്ലുകൾ, അതിൽ ധാന്യങ്ങൾ പൊടിക്കുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരു മില്ല്. അത് പഴയതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരമുള്ളൂ. അപ്പോൾ നമ്മൾ സൈക്കിളിൽ പോയി സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നു. ഓക്കെ. വിൻഡ് മില്ല് കാണാൻ ഇന്ന് നമ്മുടെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട്. ഇത് ഏകദേശം 215 വർഷം പഴക്കമുള്ള ഒരു വിൻഡ് മില്ലാണ്. ബക്കിംഗ്ഹാംഷെയറിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പഴക്കമുള്ള ഒരു വിൻഡ് മില്ല് കൂടിയാണ് ഇത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ മില്ല് നിൽക്കുന്നത് ഗ്രാൻഡ് യൂണിയൻ കനാലിൽ നിന്ന് വളരെ ദൂരെയല്ല. ഗ്രാൻഡ് യൂണിയൻ കനാൽ 1920കളിലാണ് ഉണ്ടായതെങ്കിലും അതിനു മുമ്പ് അവിടെ തന്നെ ഗ്രാൻഡ് ജംഗ്ഷൻ കനാൽ എന്ന് പറയുന്ന ഒരു കനാൽ ഉണ്ടായിരുന്നു. അത് നവീകരിച്ചാണ് ഗ്രാൻഡ് യൂണിയൻ കനാൽ ഉണ്ടാക്കിയത്. ഗ്രാൻഡ് ജംഗ്ഷൻ കനാൽ 1800 മുമ്പ്, അതായത് 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനം സ്ഥാപിക്കപ്പെട്ട ഒന്നാണ് ഗ്രാൻഡ് ജംഗ്ഷൻ കനാൽ. ഇത് ലണ്ടനിൽ നിന്നും ബർമിംഗ്ഹാം, മാഞ്ചസ്റ്റർ ഭാഗങ്ങളിലേക്ക് വ്യാവസായികമായി ബന്ധിപ്പിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കനാലായിരുന്നു. ഈ കനാലിലാണ് വാണിജ്യ ആവശ്യങ്ങൾ എല്ലാം നിറവേറ്റിപ്പോന്നിരുന്നത്. അതുകൊണ്ട് അതിനടുത്ത് നിലനിൽക്കുന്ന രീതിയിൽ ഈ സ്ഥലം വളരെ പ്രാധാന്യം ഉള്ള ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് ഈ കനാലിനടുത്ത് ഇങ്ങനെ ഒരു മില്ല് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിന് വ്യാവസായികമായി നല്ല പ്രാധാന്യം കിട്ടും എന്നുള്ളതുകൊണ്ടാണ് സാമുവൽ ഹോൾമാൻ എന്നൊരു മനുഷ്യൻ 1803 ഈ പറഞ്ഞ സ്ഥലത്ത് 1 ഏക്കർ സ്ഥലം വാങ്ങുകയും അവിടെ ഒരു മില്ല് സ്ഥാപിക്കുകയും ചെയ്തത്. 1805 മില്ല് പ്രവർത്തനം തുടങ്ങിയതെന്ന് പറയുന്നു. മില്ല് തുടങ്ങി ആദ്യത്തെ കുറേ വർഷങ്ങൾ നല്ല ലാഭകരമായി ഇത് മുന്നോട്ട് പോയെങ്കിലും തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന വാട്ടർ മില്ലുകൾ ധാരാളം വരികയും വിൻഡ് മിൽ അത്ര ലാഭകരമല്ലാതാവുകയും ചെയ്തു. 1870കളിൽ ഈ മില്ലിൻ്റെ പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായി നിലച്ചു. അതായത് 1805 സ്ഥാപിക്കപ്പെട്ടതാണെങ്കിലും വെറും 75 വർഷമോ മറ്റോ മാത്രമാണ് ഈ മില്ല് പ്രവർത്തനനിരതമായിരുന്നത്. സമീപ പ്രദേശത്ത് സുലഭമായി കിട്ടുന്ന ലൈം സ്റ്റോൺ എന്ന് പറയുന്ന പ്രത്യേകതരം ചുണ്ണാമ്പുകല്ല് ഉപയോഗിച്ചിട്ടാണ് ഈ മില്ലിൻ്റെ ടവർ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മില്ലിൻ്റെ പ്രവർത്തനം നിലച്ചു പോയെങ്കിലും ഇത്രയധികം വർഷം ഒരു തകരാറുമില്ലാതെ ആ ബിൽഡിംഗ് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. 1849 ലോക്കൽ കൗൺസിൽ ഈ സ്ഥലം ഏറ്റെടുക്കുകയും അങ്ങനെ അത് ഗ്രേഡ് 2 ലിസ്റ്റഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം സംരക്ഷിക്കപ്പെടേണ്ട കെട്ടിടങ്ങളുടെ കാറ്റഗറിയിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്തു. ബ്രിട്ടനിലെ ഒരു പ്രത്യേകതരം പൈതൃക സംരക്ഷണ പദ്ധതിയാണ് ഈ ബിൽഡിങ്ങുകളുടെ ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഗ്രേഡ് ചെയ്ത ബിൽഡിങ്ങുകളിൽ അതിൻ്റെ ഉടമസ്ഥർക്ക് പോലും എന്തെങ്കിലും ഓൾട്ടറേഷൻ ചെയ്യാൻ പ്രത്യേക അനുവാദം വാങ്ങണം. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓൾട്ടറേഷൻസ് മാത്രമേ ലിസ്റ്റഡ് ബിൽഡിങ്ങിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
സൈക്കിൾ യാത്രകൾ എപ്പോഴും വളരെ ആനന്ദകരമായ ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ റിലാക്സ് ചെയ്തതിന് ശേഷം മിക്കവാറും എല്ലാ ദിവസങ്ങളിലും സമീപ പ്രദേശങ്ങളിലൂടെ കുറേ സമയം സൈക്കിളിൽ യാത്ര ചെയ്യാൻ പോകാറുണ്ട്. അതാണ് ആകെ കൂടെയുള്ള ഒരു വ്യായാമം. സൈക്കിൾ യാത്ര താല്പര്യമില്ലാത്തവർക്കും വഴിയോര കാഴ്ചകൾ ആസ്വദിക്കാൻ താല്പര്യമില്ലാത്തവർക്കും 13 മിനിറ്റ് 30 സെക്കൻഡിലേക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു റെയിൽവേ ലൈനിന് സമാന്തരമായിട്ടാണ്. ഒരു ട്രെയിൻ അകലെ നിന്ന് വരുന്നതിൻ്റെ ശബ്ദം ചെറുതായിട്ട് കേൾക്കാം. Let's do that. I was just looking for it. Yeah, go. Today there might be somebody, okay? Yeah, stop. Back. That's okay.
കാണുന്നത് പഴയ ഒരു ലാൻഡ് റോവറാണ്. പൊതുവെ ഇവിടെയുള്ള ഫാർമേഴ്സിൻ്റെ വീടുകളിലൊക്കെ ഇതുപോലെ കാണും. ഇതൊരു പഴമയുടെ ലക്ഷണമാണ്. നമ്മൾ മൂന്നാമത്തെ സബ്വേ ആണ് ക്രോസ് ചെയ്യുന്നത്. ഈ മിൽട്ടൺ കീൻസ് ടൗണിലെ മിക്കവാറും എല്ലാ മെയിൻ റോഡുകളുടെ അടിയിലൂടെയും ഇതുപോലെ സബ്വേ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം മിൽട്ടൺ കീൻസ് എന്ന് പറയുന്നത് ബ്രിട്ടനിലെ താരതമ്യേന പുതിയ നഗരങ്ങളിലൊന്നാണ്. നമ്മൾ ഏതാണ്ട് വിൻഡ്മില്ലിനോട് അടുക്കാറായിട്ടുണ്ട്. വിൻഡ് മിൽ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന വിൻഡ് മില്ലിന് സമീപത്ത് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന വിൻഡ് മില്ലിൻ്റെ പങ്കകൾ അഥവാ അതിൻ്റെ സെയിൽ അത് അതിൻ്റെ 200 വർഷം മുമ്പുള്ള ഒറിജിനൽ ലീഫല്ല. ഇത് സമീപകാലത്ത് ഈ വിൻഡ് മിൽ ഒരു മ്യൂസിയം പർപ്പസിന് വേണ്ടിയിട്ട് റീകൺസ്ട്രക്ട് ചെയ്തപ്പോൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ്. ഒറിജിനൽ സെയിൽ ഇതിൻ്റെ 52 അടി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അത്രയില്ല. സൈക്കിളോട് വയ്ക്കാം. വിൻഡ് മില്ലിൻ്റെ ചരിത്രം, ഭൂമിശാസ്ത്രം എല്ലാം ഇതിനകത്തുണ്ട്. വിൻഡ് മില്ലിൻ്റെ അനാട്ടമി വളരെ വിശദമായിട്ട് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരു കല്ലിൽ. അപ്പോൾ വരുന്ന സന്ദർശകർക്കൊക്കെ അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഈ മുകളിൽ കാണുന്ന ഭാഗമാണ് അതിൻ്റെ ക്യാപ്പ് എന്ന് പറയുന്നത്. അതിലോട്ടാണ് സെയിൽ, അതായത് പങ്ക ഘടിപ്പിച്ചിരിക്കുന്നത്, പങ്കയുടെ ഷാഫ്റ്റ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡ് മില്ലിന് 3 തട്ടുകളാണ് മെയിനായിട്ടുള്ളത്. അതിൽ ഏറ്റവും താഴെയുള്ള തട്ടാണ് മീൽ ഫ്ലോർ എന്ന് പറയുന്നത്. അവിടെയാണ് പൊടിച്ച ധാന്യങ്ങൾ കളക്ട് ചെയ്യുന്നത്. അതിന് മുകളിൽ ആണ് മിൽ ഫ്ലോർ എന്ന് പറയുന്നത്. അതായത് അതിൽ 2 മില്ലി ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള 2 മില്ലുകൾ ഉണ്ടായിരിക്കും. മില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കല്ല് അടുക്കി വെച്ചത്, ഒരു കല്ലിൻ്റെ മുകളിൽ വേറെ കല്ല് അടുക്കി വെച്ചിരിക്കുന്നു. പിന്നെ അതിലാണ് സംഭവങ്ങൾ പൊടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഏറ്റവും മുകളിലാണ് ബിൻ ഫ്ലോർ എന്ന് പറയും. അവിടെയാണ് നമ്മൾ ഈ ധാന്യത്തിൻ്റെ ചാക്കുകളൊക്കെ കൊണ്ട് ഇതിലേക്ക് ചെരിയുന്നത്. ഇത് മിൽട്ടൺ കീൻസ് മ്യൂസിയത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു ചരിത്ര സ്മാരകമാണ്. സാധാരണയായി മാസത്തിൽ ഒരു ദിവസമാണ് ഇത് സന്ദർശകർക്ക് തുറന്നു കൊടുക്കാറുള്ളത്. എന്നാൽ കൊറോണ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇവിടെ സന്ദർശകരെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കിത് അകത്ത് കയറി കാണാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതിനകത്ത് കയറിയ ഒരു സുഹൃത്ത് ഷൂട്ട് ചെയ്ത കുറച്ച് ഫുട്ടേജ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നു. ഫുട്ടേജിൻ്റെ ക്ലാരിറ്റി അത്ര പോരാ, എങ്കിലും നമുക്കിതിനകത്ത് എങ്ങനെയാണ് ഉള്ളതെന്ന് ചെറുതായിട്ട് കണ്ട് മനസ്സിലാക്കാം.
നമുക്ക് ഉള്ളിലെ കാഴ്ചകളിലേക്ക് പതുക്കെ പ്രവേശിക്കാം. ഇതാണ് ഏറ്റവും താഴെയുള്ള മീൽ ഫ്ലോർ എന്ന് പറയുന്നത്. ഇവിടെയാണ് പൊടിച്ച ധാന്യങ്ങളെല്ലാം ശേഖരിക്കുന്ന സ്ഥലം. ഇവിടെ നിന്ന് കോണി വഴി മുകളിലേക്ക് കയറിയാൽ അതിൻ്റെ മിൽ ഫ്ലോറായി. മിൽ ഫ്ലോറിലാണ് ധാന്യങ്ങൾ പൊടിക്കുന്നത്. ഇതാണ് മെയിൻ ഷാഫ്റ്റിൽ ഘടിപ്പിച്ചിട്ടുള്ള ചക്രം. ഈ കാണുന്നതാണ് മിൽ ഫ്ലോറിലെ മില്ലിൻ്റെ കല്ലുകളാണ് ഇത്. ഈ വരകളുള്ളത് ആയിരിക്കും അടിയിൽ ഉപയോഗിക്കുന്ന കല്ല്. അതിൻ്റെ മുകളിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള വേറൊരു കല്ലായിരിക്കും. സാധാരണ രീതിയിൽ മുകളിലെ കല്ലാണ് തിരിയുന്നത്, അടിയിലെ കല്ല് സ്റ്റാറ്റിക് ആയിരിക്കും. ഇതാണ് ഫീഡർ. ഇതാണ് ബിൻ ഫ്ലോറിൽ നിന്ന് വിടുന്ന ധാന്യങ്ങൾ ഒരു തുണിയുടെ സഞ്ചിയിലൂടെ ഈ ഫീഡറിൽ ഒന്ന് വീഴും. ഈ ഫീഡറിൽ നിന്ന് നേരെ മില്ലിൻ്റെ കല്ലുകളാണ് ഈ സർക്കിളിൽ കാണുന്നത്. ഇതിൽ കാണുന്ന പോലെയുള്ള 2 സെറ്റ് ഓഫ് സർക്കിൾസ് അഥവാ 2 മില്ലുകളാണ് ഉള്ളത്. അതായത് മെയിൻ ഷാഫ്റ്റിൽ ഘടിപ്പിച്ചിട്ടുള്ള വലിയ ചക്രവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള 2 മില്ലുകൾ ഇതിനകത്തുണ്ട്. അതിലൊന്ന് ബാർലി പൊടിക്കാനും മറ്റേത് ഗോതമ്പിനും വേണ്ടിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് പറയപ്പെടുന്നു. ശരിക്കും ഇതിനകത്തെ കാഴ്ചകൾ കുറെ കൂടെ വിശദമായി നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അകത്ത് കയറാൻ സാധിക്കാത്തതുകൊണ്ട് കൂടുതൽ വിശദമായി കാണിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് മറ്റൊരിക്കൽ ഇത് തുറക്കുന്ന സമയത്ത് വന്ന് എല്ലാം വിശദമായി നിങ്ങളെ കാണിക്കണം എന്ന് ഉദ്ദേശിക്കുന്നു. ഇന്ന് എന്തായാലും നമുക്ക് മടങ്ങാനുള്ള സമയമായി. രണ്ടുപേരും ടയർഡായി. തിരിക്കാം നമുക്ക്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അറിയിക്കുക. എല്ലാവർക്കും നന്ദി. റോഡ് റോളറിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.